തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തേടി മനുഷ്യാവകാശ കമ്മീഷൻ. തെരുവുനായ ശല്യം അമർച്ച ചെയ്യുന്നതിന് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലായിട്ടില്ലെന്നും വിമർശനം. ദിവസവും 100-ലധികം പേരാണ് തെരുവുനായയുടെ കടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. സ്കൂൾ തുറക്കാനിരിക്കെ ആശങ്കയാവുകയാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം. ഇവരുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ദിവസവും 100 പേരാണ് ഈ തെരുവുനായയുടെ കടിയേറ്റ് ആശുപത്രികൾ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വാക്സിൻ എടുത്ത ആൾക്കാർ പോലും മരണത്തിന് കീഴടങ്ങുന്ന, കുഞ്ഞുങ്ങളടക്കം മരണത്തിന് കീഴടങ്ങിയത് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP, ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ കടന്നു പോകുന്നത്. ഓരോ ദിവസവും വീട്ടിലുള്ള മക്കൾക്കടക്കം തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഈ കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുമ്പാണ് മലപ്പുറത്ത് ഒരു 5 വയസ്സുകാരി തെരുവ് നായ കടിച്ചതിനെ തുടർന്ന് പേവിഷബാധയേറ്റ് മരണപ്പെടുന്ന സാഹചര്യം. ഈ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ തെരുവുനായ വിഷയത്തിൽ ഇത് ശാശ്വതമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു റിപ്പോർട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ മാസം 15-നകം ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുകൂടി മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനൊക്കെ ഉപരി കഴിഞ്ഞ 4 വർഷമായി ഈ തെരുവുനായ ശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ സർക്കാർ മുഖവിലക്കെടുത്തില്ല എന്നുകൂടി മനുഷ്യാവകാശ കമ്മീഷൻ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തിരിക്കുന്നത്. ഇനി കോഴിക്കോട്ടെ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ദിവസേന 100-ലധികം പേരാണ് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സ തേടി എത്തുന്നത് എന്നാണ്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാത്രം കണക്കുകളാണ്. ഇവിടെ മറ്റ് ആശുപത്രികളുണ്ട്, മറ്റ് സർക്കാർ ആശുപത്രികളുണ്ട്, സ്വകാര്യ ആശുപത്രികളുണ്ട്. ഇവരെയൊക്കെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ കണക്കുകൾ ഇനിയും ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ തെരുവുനായയെ കൃത്യമായി പാർപ്പിക്കാനുള്ള ഒരു ഷെൽട്ടർ സംവിധാനം കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിൽ ഇല്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ നിന്ന് കൃത്യമായൊരു പ്രതിഷേധം ഉയരുമ്പോൾ നായ്ക്കളെ കൊണ്ടുപോയി വന്ധീകരിച്ച് അതിനുശേഷം എവിടെ നിന്നാണോ നായ്ക്കളെ പിടിച്ചിരിക്കുന്നത് ആ ഭാഗത്തേക്ക് കൊണ്ടിടുന്നൊരു സാഹചര്യമാണ് കോഴിക്കോട് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് കൃത്യമായി ഈ തെരുവിലുള്ള നായ്ക്കളെ പാർപ്പിക്കാൻ ഒരു ഇടം ഉണ്ടാവണം. എന്തായാലും KP പറയുന്നത് പോലെ തന്നെ ഈ തെരുവ് നായ എന്ന് പറയുന്ന പ്രയോഗം പോലും തെറ്റാണ്. ഈ നായ്ക്കൾ വളരേണ്ടത് തെരുവിലല്ല. എന്തായാലും ഈ കൃത്യമായൊരു നടപടി ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. മാത്രമല്ല, സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അതിന്റെ ഒരു ആശങ്ക രക്ഷിതാക്കളിലും ഉണ്ട്. KP, ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലും ഉണ്ടായിരിക്കുന്നത്. കർക്കശമായ നിർദ്ദേശം തന്നെയാണ് സർക്കാരിന് നൽകിയിട്ടുള്ളത്. അനഘ ഹർഷനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്.